കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഇന്ന് തന്നെ ജയിലിൽ നിന്നിറങ്ങും. ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസിലും പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു. നേരത്തെ ഉപാധികളോടെയാണ് വിചാരണ കോടതി പൾസർ സുനിയെ ജാമ്യത്തിൽ വിട്ടത്. എറണാകുളം സബ് ജയിലാണ് പൾസർ സുനി ഇപ്പോൾ കഴിയുന്നത്. ജയിലിന് പുറത്തിറങ്ങി പെരുമ്പാവൂരിലെ വീട്ടിലേക്കാകും പൾസർ സുനി പോവുക. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചെയ്യുന്നു. വിഷ്ണു, ഉപാധികൾ എന്ന കർശന ഉപാധികളില്ല, സ്വാഭാവികമായ ചില ഉപാധികൾ. അതിനോടൊപ്പം അല്പം കൂടി കാര്യങ്ങൾ കൂടുതൽ പറയുന്നു. ജാമ്യം അനുവദിച്ചിരിക്കുന്നു, മറ്റു കേസുകൾ അനുബന്ധമായ കേസുകളും ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇനി സ്വാഭാവികമായുള്ള നടപടിക്രമങ്ങൾ, റിലീസിംഗ് ഓർഡർ, ജയിലിൽ ഹാജരാക്കുക, പൾസർ സുനി പുറത്തിറങ്ങുക, അത് തന്നെയായിരിക്കില്ല. എപ്പോഴേക്ക് പൾസർ സുനി 7.5 വർഷത്തിന് ശേഷം ജയിലിന് പുറത്തേക്ക് വരും? സുഹൈല, റിലീസ് ഓർഡർ അല്പസമയത്തിനകം തന്നെ ജയിലിലെത്തും. പൾസർ സുനിയെ കോടതിയിൽ നിന്ന് ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപാധികളാണ്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചത് കടുത്ത ഉപാധികൾ ഉണ്ടാകുമെന്നാണ്. അതിൽ 1-2 മാത്രമാണ് ആ സ്വഭാവമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഒരു സിം കാർഡ് മാത്രമാണ് സുനിക്ക് ഉപയോഗിക്കാനാകുക, മറ്റു ഫോണുകൾ ഉപയോഗിക്കാനാവില്ല. ആ സിം കാർഡിൻ്റെ ഡീറ്റെയിൽസ് തിങ്കളാഴ്ച ഈ കോടതിക്ക് മുൻപാകെ നൽകണം. മറ്റൊന്ന്, മാധ്യമങ്ങളോട് കർശനമായ നിയന്ത്രണം പുലർത്തണം. ഒരു തരത്തിലും മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. ബാക്കി സാക്ഷികളെ സ്വാധീനിക്കുന്നതും നിയന്ത്രിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ജൂറിസ്ഡിക്ഷൻ വിട്ട് പുറത്തു പോകരുതൊക്കെ സാധാരണഗതിയിൽ ജാമ്യവ്യവസ്ഥയിൽ പറയുന്നതാണ്. അതിനപ്പുറത്തേക്ക് മറ്റു ജാമ്യവ്യവസ്ഥകളൊന്നും തന്നെ കോടതി പറഞ്ഞില്ല. പ്രോസിക്യൂഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിച്ചിരുന്നു. കോടനാട് പോലീസ് സ്റ്റേഷന് മുൻപാകെ അല്ലെങ്കിൽ പോലീസ് SHOക്ക് മുൻപാകെ സുനി എല്ലാ ദിവസവും വന്ന് ഒപ്പിടണമെന്ന്. പക്ഷേ കോടതി അതിനെ നിരസിക്കുകയായിരുന്നു. പോലീസ് അതിൽ പറഞ്ഞത് സുനിയുടെ ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണമെന്നായിരുന്നു. അതിൽ കോടതി തിരിച്ചു ചോദിച്ചത്, ഒരാളുടെ ജീവന് ഭീഷണിയുണ്ട് എങ്കിൽ അയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടുന്നതിൻ്റെ യുക്തി എന്താണെന്ന് കോടതി തിരിച്ചു ചോദിച്ചു. ഒപ്പം ഈ ജാമ്യവ്യവസ്ഥയിൽ കോടതി ഒരു കാര്യം കൂട്ടിച്ചേർത്തു. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം സുനിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം റൂറൽ പോലീസ് ഈ സുനിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം പ്രൊബേഷൻ ഓഫീസർ എല്ലാ മാസവും 10-ാം തീയതി സുനിയുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ജാമ്യവ്യവസ്ഥകൾ. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി ജയിലിന് പുറത്തേക്ക് എത്തുന്നത്. നിരവധി തവണ ജാമ്യഹർമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും പിന്നീട് സുപ്രീം കോടതി പിഴയിടുകയും എല്ലാം ചെയ്തെങ്കിലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പൾസർ സുനിക്ക് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം അനുവദിക്കുകയായിരുന്നു. അതിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ്. ഇന്ന് ആ കോടതി പ്രോസിക്യൂഷൻ ഈ കാര്യങ്ങൾ വാദം മുന്നോട്ട് വെച്ചു. അതിലാണ് നിലവിൽ കോടതി തീരുമാനമെടുത്തത്. ജാമ്യവ്യവസ്ഥകൾ വ്യക്തമാക്കിയത്. അത് പശ്ചാത്തലത്തിൽ കൂടിയാണ് സുനി പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒപ്പം മറ്റ് 2 കേസുകൾ കൂടി സുനിയുടെ പേരിലുണ്ടായിരുന്നു. ഒന്ന് കോട്ടയത്തുള്ള ഒരു കേസാണ്, ക്രിമിനൽ കേസാണ്. മറ്റൊന്ന് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കേസാണ്. ഈ 2 കേസുകളിലും കൂടി സുനിക്ക് ജാമ്യം ലഭിച്ചതോടുകൂടിയാണ് ഇന്ന് തന്നെ പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായത്. സുഹൈൽ, ഇനി സ്വാഭാവിക ഉപാധികളോടെ ജാമ്യം. അല്പസമയത്തിനകം പൾസർ സുനി 7.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം റിലീസിംഗ് ഓർഡർ സ്റ്റേഷനിലെത്തുന്നതോടെ പുറത്തിറങ്ങും. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.